നമസ്കാരം. ലാസ്റ്റ് ദിവസത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലത്തിന് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് തിരുത്തിയിട്ട് വീഡിയോ അയക്കാമെന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് റീറൈറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നോക്കാം നമുക്ക് ഒന്നുകൂടി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത്. ഓക്കെ. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ഫ്രം ദി ഫോളോയിങ് particulars of a manufacturing firm, prepare cost sheet showing different component of total cost for the year ending 31st March 2003. അതായത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ താഴെ തന്നിട്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് കോമ്പോണൻസ് നമുക്കറിയാം. കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അല്ലെ കോസ്റ്റ് ഓഫ് സെയിൽ, എങ്ങനെയല്ലേ? അപ്പൊ ആ ഡിഫറെന്റ് ലെവലിൽ അല്ലെ ഡിഫറെന്റ് കോമ്പണന്റ് ആയിട്ട് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ റോ മെറ്റീരിയൽ നേരിട്ട് ഒരു സിംഗിൾ എലമെന്റ് ആയിട്ട് തന്നിട്ടില്ല ഈ പ്രോബ്ലത്തിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അറിയാലോ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി എന്ത് ചെയ്യണം? ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പർച്ചേസ് ആഡ് ചെയ്യണം. പിന്നെ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പിന്നെ പർച്ചേസുമായി റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഓക്കെ, അത്തരം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഇവിടെ. അപ്പം അങ്ങനെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഓരോന്നും വഴിയെ ചെയ്ത് നോക്കാം. ഇൻഫർമേഷൻസ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. ഇതിനകത്ത് ഫിനിഷ്ഡ് ഗുഡ്സും അതിന്റെ സ്റ്റോക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഹെഡുകൾ നമുക്ക് അറിയണം. എന്താണ്? ആദ്യം മെയിൻ ഫസ്റ്റ് ഹെഡ് പ്രൈം കോസ്റ്റ് ആണ്, സെക്കൻഡ് ഹെഡ് വർക്ക് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ ഫാക്ടറി ഓവർഹെഡുകൾ ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിന് കീഴിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന് കീഴിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രോബ്ലം ചെയ്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം വലിയ പ്രയാസമൊന്നുമില്ല, കാരണം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഐറ്റംസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഏതിൽ കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരിട്ട് ആൻസറിലേക്ക് പോവാം. കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാമല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് നമുക്കറിയാം എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നോക്കൂ. എവിടെയാ? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഏപ്രിൽ 1 2002 എത്രയാണ്? 80,000 ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 80,000. നമുക്ക് അതിനെ ഇന്നർ കോളത്തിൽ എഴുതാം. 80,000, 80,000 രൂപയാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, 80,000 രൂപ. ഇനി അടുത്ത് നോക്കൂ, ആഡ്. അതിനോട് കൂടി നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്യണം? പർച്ചേസ് അല്ലെ? നമുക്ക് ഈ വർഷം നമ്മുടെ എന്താണ് റോ മെറ്റീരിയൽ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എത്രയാണ് നോക്കൂ. ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 12 ലക്ഷം രൂപയുടെ പർച്ചേസ് റോ മെറ്റീരിയൽ പർച്ചേസ് അവിടെ ഉണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 12 ലാക്ക്. ഓക്കെ, 12 ലാക്ക് എന്തുണ്ട്? അവിടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്. ക്ലിയർ? അപ്പൊ നമുക്കത് 12 ലാക്ക് അവിടെ എഴുതാം. 12 ലക്ഷം അല്ലേ? 12 ലാക്ക്. പിന്നെ എന്താ ഉള്ളത്? പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എക്സ്പെൻസിനുള്ള ഭാഗത്തും എഴുതാവുന്നതാണ് കേട്ടോ, ഈ കാരേജ് ഇൻവേർഡിനെ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ എഴുതാം. എന്താണ്? ഗാരേജ് ഇൻവേർഡ് ഉണ്ട്. ഗാരേജ് ഇൻവേർഡ് പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക്, അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നിടത്ത് നമുക്കത് ഉപയോഗിക്കാം. ഗാരേജ് ഇൻവേർഡ് എത്രയാണ് ഈ ക്വസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനകത്ത് നോക്കുക, ഗാരേജ് ഇൻവേർഡ് ഉണ്ട്. ഇവിടെ ഗാരേജ് ഇൻവേർഡ് ഇതാ, ഗാരേജ് ഇൻവേർഡ് എത്രയാണ്? ഗാരേജ് ഇൻവേർഡ് വന്നിട്ടുള്ളത് 2000 റുപ്പീസ് ആണ്. ഗാരേജ് ഇൻവേർഡ് വന്നിട്ടുള്ളത് 2000. ഗാരേജ് ഇൻവേർഡ് 2000 റുപ്പീസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ എടുക്കാം. 2000 ഗാരേജ് ഇൻവേർഡ്, 2000 ഗാരേജ് ഇൻവേർഡ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ചെയ്യണം. നോക്കുക, ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st March 2003 എത്രയാണ്? 1,60,60,000 എന്ന് തന്നിട്ടുണ്ട്.
ഓക്കെ, നമുക്കത് എടുക്കാം. 1,60,000 അതെന്ത് ചെയ്യണം, മൈനസ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ബ്രാക്കറ്റിനകത്ത് എഴുതാം. എത്രയാണ്? 1,60,000. 1,60,000 ആണ് കേട്ടോ. 1,60,000. ഇതിന്റെ ആൻസർ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ തന്നിട്ടുള്ളത് റോങ് ആണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അപ്പം എന്താ വരുന്നത്? 80,000 അല്ലെ? എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർ മെറ്റീരിയൽ 80,000 ഉണ്ട്. 80,000 പ്ലസ് പിന്നെ എത്രയാ? 12 ലക്ഷം അല്ലെ? 12 ലക്ഷം പ്ലസ് 2,000, അതായത് കാരേജ് ഇൻവേർഡ് 2,000 പ്ലസ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്താണ്? അത് മൈനസ് ചെയ്യണം. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് 1,60,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. എത്രയാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് വന്നിട്ടുള്ളത്? 11,22,000 രൂപയാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഡയറക്റ്റ് വേജ് ഉണ്ട്. ഡയറക്റ്റ് വേജ് എത്രയാണ്? ഡയറക്റ്റ് വേജ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഫോർമാറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് കണ്ടന്റ് ക്വസ്റ്റ്യനകത്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾക്ക് എന്തുണ്ട്? ഡയറക്റ്റ് വേജ് ഉണ്ട്. ഡയറക്റ്റ് വേജ് എത്രയാണ്? 8 ലക്ഷം രൂപയാണ്. നമുക്ക് എഴുതാം 8 lakh rupees ഡയറക്റ്റ് വേജ്. ഓക്കെ, 8 ലക്ഷം രൂപ നമുക്ക് ഡയറക്റ്റ് വേജ് ഉണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള എന്താണത്? ഡയറക്റ്റ് ചാർജബിൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. നോക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് നോക്കി. ഡയറക്റ്റ് ചാർജബിൾ എക്സ്പെൻസ് എത്രയാണ്? 8,000 rupees. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. 8,000. ഓക്കെ, നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കാരേജ് ഇൻവേർഡിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇവിടെ ഉൾക്കൊള്ളിക്കുന്നതിന് പകരമായിട്ട്, അതായത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്ന അവിടെ ഉൾക്കൊള്ളിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് ഉൾക്കൊള്ളിച്ച് എഴുതാവുന്നതാണ്. എങ്ങനെയായാലും പ്രൈം കോസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പ്രൈം കോസ്റ്റ് വരുന്നത് 19,30,000 രൂപയാണ് ഇവിടെ നമുക്ക് പ്രൈം കോസ്റ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ. പ്രൈം കോസ്റ്റ് എത്രയാണ്? 19,30,000 രൂപ. ഇനി അടുത്ത നോക്കൂ. അടുത്തത് ഫാക്ടറി. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാണ്. ആ വർക്ക് കോസ്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ? നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫാക്ടറി കോസ്റ്റുകളായിട്ട് തന്നിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് കോസ്റ്റുകൾ തന്നിട്ടുള്ളത്? ഫാക്ടറി റെന്റ്, റൈറ്റ് ആൻഡ് പവർ റെന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് വേജ് ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. പിന്നെ എന്താണുള്ളത്? യെസ്, ഇത്രയേ ഉള്ളൂ അല്ലേ? ഫാക്ടറി ഓവർഹെഡ്, ഇൻഡയറക്റ്റ് വേജ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്, പിന്നെ ഫാക്ടറി റെന്റ്. ഇങ്ങനെ 3 ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കി. അപ്പോൾ ഐറ്റംസ് എഴുതാം നമുക്ക്. ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം ഇൻഡയറക്റ്റ് വേജ് ഉണ്ട്. ഇൻഡയറക്റ്റ് വേജ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. ഇൻഡയറക്റ്റ് വേജ് 5,000 rupees ആണ് അല്ലെ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 5,000 rupees. പിന്നെ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. എത്രയാണ് ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി? 2,000 ആണ് വരുന്നത്. പിന്നെ ഫാക്ടറി റെന്റ് ഉണ്ട്. ഫാക്ടറി റെന്റ് എത്രയാണ് വരുന്നത്? ഫാക്ടറി റെന്റ് വരുന്നത് 20,000 രൂപയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി നോക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഫാക്ടറി റെന്റ് ആൻഡ് റൈറ്റ് പറഞ്ഞ സംഭവം നോക്കൂ അല്ലെ? ഫാക്ടറി റെന്റ് ആൻഡ് റൈറ്റ് 20,000. ഇൻഡയറക്റ്റ് വേജ് ഉണ്ട്. എത്രയാണ് ഇൻഡയറക്റ്റ് വേജ് വരുന്നത്? 5,000. പിന്നെ കാരേജ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 2,000. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഫാക്ടറി ഓവർഹെഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താ ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ആഡും ലെസ്സും ചെയ്യണം. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ആൻസറാണ് എന്ത്? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫാക്ടറി ഓവർഹെഡുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ടോട്ടൽ കോളത്തേക്ക് എഴുതാം. എത്രയാണ്? 20,000 പ്ലസ് 2,000, 22,000 പ്ലസ് 5, 27,000 രൂപയായിരിക്കും അല്ലെ? 27,000. ഓക്കെ, 27,000. അപ്പം മൊത്തത്തിൽ വരുന്നത് 19,57,000 രൂപയാണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് വരുന്നത് 19,57,000 രൂപ.
ഓക്കെ, കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. 27,000 വരുന്നത് എന്ത് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ്. ഇനി അതിനോട് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളത് ഓഫീസ് റെന്റ് ഉണ്ട്, ടെലഫോൺ ഉണ്ട്, ഡിപ്രീഷിയേഷൻ ഓഫീസ് പ്രിമൈസസ് ഉണ്ട്. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? എന്താണ് ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് നമുക്കറിയാം. എന്താണ് ടെലഫോൺ ചാർജ് ഓഫീസുമായി ബന്ധപ്പെട്ടാണല്ലേ, ഓഫീസിന്റെ റെന്റ് അല്ലെ ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. ഡിപ്രീസിയേഷനോ ഓഫീസ് പ്രിമൈസസ്, 3 ഐറ്റംസ് ആണുള്ളത്. ആ 3 ഐറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് തന്നിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വർക്ക് കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ വരുന്ന ആദ്യം ഓഫീസ് റെന്റ്. ഓഫീസ് റെന്റ് എത്രയാണ് വരുന്നത്? ഓഫീസ് റെന്റ് വരുന്നത് ഓഫീസ് റെന്റ് 1,500 ഓഫീസ് റെന്റ് വരുന്നത് അല്ലെ, 1,500. പിന്നെ ടെലഫോൺ എത്ര വരുന്നത്? ടെലഫോൺ ചാർജ് വരുന്നത് 3,000. പിന്നെ ഡിപ്രീഷിയേഷൻ ഓഫീസ് പ്രിമൈസസ് ഉണ്ട്. ഡിപ്രീഷിയേഷൻ ഓഫീസ് പ്രിമൈസസ് വരുന്നത് എത്രയാണ്? 1,500. ഡിപ്രീസിയേഷൻ ഓഫീസ് പ്രിമൈസസ് വരുന്നത് 1,500. ഓക്കെ, ക്ലിയർ? അപ്പം ഇത്രയല്ലേ ഉള്ളൂ ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ക്വസ്റ്റിനകത്ത്. നോക്കി അല്ലെ, ഓഫീസ് റെന്റ്, ടെലഫോൺ ചാർജ്, ഡിപ്രീസിയേഷൻ, ഓഫീസ് പ്രിമൈസസ്. ഓഫീസുമായി ബന്ധപ്പെട്ട ഓഫീസിന് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ അത്രയേ ഉള്ളൂ. അതെടുക്കുന്നു, അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, ഔട്ടർ കോളത്തേക്ക് എഴുതുക. അപ്പോൾ ടോട്ടൽ 1,500 പ്ലസ് 3,000 പ്ലസ് 1,500 അല്ലെ. അപ്പോൾ എത്ര വരിക? 8,000 വരും. അപ്പൊ 19,57,000 എന്ന് പറയുന്ന വർക്ക് കോസ്റ്റിനോട് കൂടി 8,000 കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 19,65,000 ആണ് നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പം ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 19,65,000 ആണ് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രൊഡക്ഷൻ എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് ആണ്, അത് നമ്മൾ വർക്കിംഗ് നോട്ട് വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്? നമുക്കറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനോട് കൂടി എന്താണ് ആ വർഷം നടത്തിയിട്ടുള്ള സെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം നമ്മൾ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എണ്ണം കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മളുടെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, നിലവിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നടത്തിയിട്ടുള്ള പ്രൊഡക്ഷൻ എത്രയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? 16 യൂണിറ്റ് എന്നാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. സെയിൽസ് 1,80,000 യൂണിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ കാണാൻ പറ്റും. എവിടെയാ നോക്കൂ, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1/4/2002 എത്രയാണ്? 16 യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ നമുക്ക് അതിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 1,00,000 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം. എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്രയാണ്? 19,60,000 എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ 19,60,000 എന്ന് പറഞ്ഞ ഈ എമൗണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഉത്പാദനത്തിന് വന്നിട്ടുള്ള ചെലവാണ്. അപ്പോൾ നമുക്ക് ആ ഉത്പാദനത്തിന് കോസ്റ്റ് പെർ യൂണിറ്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല മിക്കവാറും എന്ത് ഇവിടുത്തെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും കോസ്റ്റ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് വരിക. നമുക്കൊന്ന് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 16 യൂണിറ്റ് ആണ്. സെയിൽസ് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എത്രയാണ്? സെയിൽസ് എത്ര യൂണിറ്റ് ആണ്? ഇതാ ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് 1,80,000 യൂണിറ്റ് ആണ് ഇവിടെ അവർ 1,80,000 യൂണിറ്റ് ആണ് അവർ വിറ്റിട്ടുള്ളത്. അപ്പോൾ 1,80,000 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ മൊത്തത്തിൽ അവരുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കും സെയിൽസും അടക്കം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 1,90,000 യൂണിറ്റ് ആണ്. അതിൽ ഇപ്പോൾ അവർ ബാക്കി അവരുടെ കൈവശമുള്ളത് 12,000 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. ആ 12,000 യൂണിറ്റ് കഴിഞ്ഞാൽ ബാക്കി 1,78,000 യൂണിറ്റ് ആയിരിക്കും അവർ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നടത്തിയിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1,78,000 യൂണിറ്റിനാണ് ഈ പറഞ്ഞ എമൗണ്ട് വന്നിട്ടുള്ളത്. എത്രയാണ്? 19,60,5,000 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് 1,78,000 യൂണിറ്റിനാണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര എന്ന് കിട്ടും? അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും? ഒന്ന് ചെയ്ത് നോക്കി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നമുക്ക് ചെയ്ത് നോക്കാം. 19 ലക്ഷത്തി എത്ര പറഞ്ഞ?
65,000 ഡിവൈഡ് ബൈ 1,78,000 അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റിന് വരുന്ന ഏകദേശം ചെലവ് എന്ന് പറയുന്നത് 11.039 എന്നുള്ളതാണ്. നമുക്കതിനെ 04 എന്നാക്കി എടുക്കാം. ഓക്കെ, 11. അപ്പോൾ ആ ഒരു നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് ആൻസറിൽ എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ 03 എന്നുള്ള 39 എന്നുള്ള 39 ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തെടുക്കാം, 04 ആക്കി എടുക്കാം. 04 രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കിട്ടി 19,60,000. അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്കോ എത്രയാണുള്ളത്, 10,000 യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ 10,000 ഇൻറ്റു അതിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 11.04 എന്നാണ് വരുന്നത്. 11.04. അപ്പൊ എത്രയായിരിക്കും വരിക, 10,000 ഇൻറ്റു 11.04. അപ്പോൾ എത്ര വരും, നമുക്കത് നേരെ ഔട്ടർ കോളത്തേക്ക് എഴുതാം അല്ലേ, അത് നല്ലത്. അല്ലെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതിയാലും മതി. വരുന്നത് 11,400 വരുന്നത്. 1,10,14,400 വരുന്നുണ്ട്. 1,10,14,400. ഓക്കെ, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 ആണ്. 12,000 ഇൻറ്റു 11.04 എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര വരുന്നത്, 12,000 ഇൻറ്റു 11.04. അപ്പോൾ വരുന്നത് 1,32,000. അത് നമുക്ക് മൈനസ് ഫിഗർ ആയാണ് ബ്രാക്കറ്റിനെ എഴുതാം. 1,32,480 ആണ് വരുന്നത്. 1,32,480. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഡിഫറൻസ് നമുക്ക് ഇവിടെ ഔട്ടർ കോളത്തേക്ക് എഴുതാം. അപ്പോൾ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും വരുന്നത് അല്ലേ, കാരണം ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിനേക്കാളും കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. നമുക്ക് അത് ഔട്ടർ കോളത്തേക്ക് എഴുതാം. എത്ര വരുന്നത്, 1,10,14,400 മൈനസ് 1,32,450 അല്ലേ. 1,10,14,400 മൈനസ് 1,32,480 വരും. 480. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരുന്നത് ആൻസർ വരുന്നത് നെഗറ്റീവ് 22,080 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എത്രയാണ് വരുന്നത്, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വരുന്നത് എത്രയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വരുന്നത് 19,42,920 രൂപയാണ് ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിനോട് കൂടി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഈ ക്വസ്റ്റിൽ തന്നിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസിംഗുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് ഈ ക്വസ്റ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എവിടെയാണ് തന്നിട്ട് നോക്കൂ, ഇതാ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ട്രാവലിംഗ് ചാർജ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെന്താ ഉള്ളത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളത് അഡ്വർടൈസിംഗ്, ട്രാവലിംഗ് എക്സ്പെൻസ്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടല്ലോ, എന്താ പറയുന്നത്, കാരേജ് ഔട്ട്വേർഡ് അല്ലേ. അതായത് പ്രൊഡക്റ്റ് എന്താണ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ലോഡിംഗ് ചാർജ് ഒക്കെ ആയിട്ടാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്കത് ഇവിടെ എഴുതാം. കാരേജ് ഔട്ട്വേർഡ് വരുന്നത് 20,000 രൂപയാണ് അല്ലെ. കാരേജ് ഔട്ട്വേർഡ് 20,000. പിന്നെ അഡ്വർടൈസിങ് 10,000. പിന്നെ എന്താണ് വരുന്നത്, ട്രാവലിംഗ് എക്സ്പെൻസ് 60,000. ഓക്കെ, അപ്പം അത് 3 നമ്മളിവിടെ എഴുതുന്നു. ടോട്ടൽ എടുക്കും 90,000 രൂപ. അപ്പം എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിനോട് കൂടി നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്നവരാണ് കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത് എത്രയാണ്, 19,42,920 പ്ലസ് 90,000 എന്ന് പറയുമ്പോൾ 20,32,920 ആണ് നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത്. ക്ലിയർ? ദെൻ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള സെയിൽസിന്റെ വാല്യൂ എത്രയാണ്, സെയിൽസ് എത്രയാണ്,
സെയിൽസ് നമ്മൾ നടത്തിയിട്ടുള്ളത് 21,40,000 രൂപയുടെ സെയിലാണ് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. 25,40,000 രൂപയുടെ സെയിലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. സോ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പൊ പ്രോഫിറ്റ് എത്ര വരുന്നത്? പ്രോഫിറ്റ് സെയിൽസിൽ നിന്നും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതായത് കൊണ്ട് നമുക്ക് അതിനെ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത് എത്രയാണ്? 25,40,000 മൈനസ് എത്രയാ? 20,32,920. ക്ലിയർ. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് വരുന്നത് 5,70,080 രൂപയാണ്. സോറി, 5,07,080 രൂപയാണ് നമുക്കിവിടെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ അന്ന് നമുക്ക് വന്നത് കൊണ്ട്, അതായത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ നമ്മൾ ആശ്രയിച്ച് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന്, അതിലെ പല ഐറ്റംസ് അവർ റോങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ആക്കി നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ എന്താണ് ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഏരിയയിൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ശരിക്കും എമൗണ്ട് വാല്യൂ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രയാണ്? 1 lakh എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എമൗണ്ട് വാല്യൂ നമുക്ക് 1,20,000 എന്ന് പറഞ്ഞ് നമുക്ക് എമൗണ്ട് വാല്യൂ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ ആ വേറൊരു വാല്യൂ ആണ് എടുത്തത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത് 1,78,000 യൂണിറ്റ് ആണ്. ക്ലിയർ. പക്ഷെ നമ്മൾ സെയിൽ നടത്തുന്നത് എത്രയാണ്? പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് 1,78,000 ആണ്. പക്ഷെ നമ്മളിവിടെ സെയിൽ നടത്തുന്നത് 1,80,000 ആണ്. അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ വരുത്താനുണ്ട്. അപ്പൊ അത് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ.